Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യുന്നത് ടാസൽസിന്റെ ഒരു മാലയും കമ്മലും ആണ്. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. സിൽക്ക് ത്രെഡ്സ് 4 കളേഴ്സ് ആണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ ചെയിൻ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാം ഒരേ ലെങ്ത് ആണ്. പിന്നെ ജംപറിങ്സ് 2 എണ്ണം, ഹുക്ക് ഒരെണ്ണം, ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈസി സ്റ്റിക്ക് ആണ് എടുത്തിരിക്കുന്നത്, ഏത് ടൈപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഒരു തിക്ക് കാർഡ് അല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ് വേണം. പിന്നെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് സിസേഴ്സും പ്ലെയറും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ കാർഡ് എടുക്കുക, അതിലോട്ട് ഈ സിൽക്ക് ത്രെഡ് ഇതുപോലെ ഇങ്ങനെ ചുറ്റുക. അപ്പം നമുക്ക് ചെറിയ ടെസൽസാണ് ആവശ്യമുള്ളത്, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വീതിയുള്ള ഭാഗത്താണ് ചുറ്റുന്നത്. കുറച്ച് ലോങ് ആയിട്ടുള്ള ടെസൽസ് വേണമെങ്കിൽ ഇതിൻ്റെ മറ്റേ ഭാഗത്തായിട്ട്, അത് ലെങ്ത്ത് കൂടിയ ഭാഗത്ത് ഇതുപോലെ ചുറ്റിയെടുത്താൽ മതി. ടെസൽസിൻ്റെ ലെങ്ത്ത് നമുക്ക് കൂട്ടി ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ 100 ടൈംസ് ആണ് ഇത് ഇങ്ങനെ റൗണ്ടിൽ ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും കട്ടി വേണ്ടെങ്കിൽ അതൊരു 50 റൗണ്ട് ചെയ്താലും മതി. അല്ല ഇനി തിക്നെസ് കൂടുതൽ വേണമെങ്കിൽ ഈ 100നേക്കാൾ കൂടുതൽ ചുറ്റിയാലും മതി. അപ്പോൾ നമുക്ക് എത്രത്തോളം കട്ടി വേണം ടെസലിൻ്റെ അതിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടി ചുറ്റുക. അപ്പോൾ അതിനുശേഷം നമ്മളവിടെ റെഡിയാക്കിയത് കട്ട് ചെയ്ത് അവിടെ വെച്ചു. വീണ്ടും ഒരു പീസ് ത്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ 2 വരിയായിട്ട് വെക്കുക. ഒന്നുകിൽ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് നടുവിൽ കെട്ടിയാൽ മതി, അല്ലെങ്കിൽ ഒരു സൈഡിൽ കെട്ടിയാലും മതി. ഇപ്പം ഞാനിവിടെ ത്രെഡ് താഴെ വെച്ചിട്ട് ഇത് പതുക്കെ ഊരി അതിൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് കെട്ടിയിടുകയാണ്. അപ്പോൾ ഈ ടാസൽസ് എങ്ങനെ ഉണ്ടാക്കാം ഈസി ആയിട്ട് നമ്മുടെ ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. പല മെത്തേഡിൽ നമുക്ക് ടാസൽസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ, ചെയ്തിട്ട് ശരിയാവാത്തവർ ആ വീഡിയോ കണ്ടിട്ട് അത് നോക്കി ട്രൈ ചെയ്താലും മതി. അപ്പോൾ ഇതിലിപ്പോൾ കറക്റ്റായിട്ടൊന്നും വന്നില്ല, ഞാൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബാക്കി എല്ലാ ടെസൽസും ഞാൻ ചെയ്ത് റെഡിയാക്കിയ ശേഷം ലാസ്റ്റ് ഇത് മാത്രമാണ് വീഡിയോയിൽ എടുത്തത്. അതാണ് ഇങ്ങനെ കുറച്ച് കുളമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ വേറെ മെത്തേഡൊക്കെ നിറയെ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് നോക്കി ചെയ്യാം കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് നടുവിൽ കെട്ടി നല്ല ടൈറ്റ് ചെയ്യണ്ട കെട്ടിയത്, ഒരു പ്രാവശ്യം കെട്ടിയാൽ മതി. എന്നിട്ട് സെൻറ്ററിലാക്കുക കെട്ടി, അതിനുശേഷം ഒരു ജംപറിങ് അകത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ജംപറിങ് ഇത് ഫുള്ള് ചുറ്റി റെഡിയാക്കിയ ശേഷം വേണമെങ്കിൽ കോർക്കാം. പക്ഷേ അപ്പോൾ കറക്റ്റായിട്ട് ഉള്ളിൽ കൂടി എടുക്കാൻ കിട്ടില്ല, ഇടയിൽ കൂടെയൊക്കെ വരും. അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റായിട്ട് നടുവിലൂടെ എടുക്കാൻ കിട്ടും. പിന്നെ അതങ്ങനെ ഊരി വരില്ല, നൂലെങ്ങാനും പൊട്ടിയാൽ പോലും അത് വിട്ട് വരില്ല ജംപറിങ് അതിൻ്റെ നടുവിലുള്ളത് കൊണ്ട്. അപ്പോൾ ജംപറിങ് ഇട്ട ശേഷം ഇതിങ്ങനെ ചുറ്റുക, നന്നായി ചുറ്റി 2-3 കെട്ടൊക്കെ ഇട്ട ശേഷം ഏറ്റവും ലാസ്റ്റ് മാത്രം ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഈ നൂല് ചുറ്റി നല്ല ടൈറ്റാക്കി വെക്കാം. അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് മുകൾ ഭാഗത്തൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ മടക്കുണ്ടല്ലോ, അവിടെ എല്ലാം ഈ കത്രിക യൂസ് ചെയ്തിട്ട് ജോയിൻറ്റ് കട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഒന്ന് ഒപ്പാക്കിയാൽ മതി. ലെവൽ ചെയ്ത് കഴിയുമ്പോൾ ടെസൽസ് കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് ചുറ്റി അത് ഊരിയെടുക്കുന്ന സമയത്ത് തന്നെ നൂല് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിപ്പോയിട്ടാണ് അത് ചിലത് ലെങ്ത്ത് കൂടി വന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ടെസൽസ് വെച്ചിട്ട് ലെങ്ത്ത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരേ അളവിൽ നോക്കുക, കട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതേപോലെ തന്നെ കാർഡ് എന്തെങ്കിലും പിടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്താലും മതി. അല്ലെങ്കിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമ്മളിങ്ങനെ അറ്റം മാത്രം വെളിയിൽ വരുന്ന പോലെ പിടിച്ച് കട്ട് ചെയ്താലും മതി. ആ മെത്തേഡ്സ് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ഒരു യെല്ലോയും 2 ഗ്രീന് 2 ഓറഞ്ച് 2 ബ്രൗണും ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളുണ്ടല്ലോ, ഇതുപോലത്തെ ചെയിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് മോഡൽ ചെയിൻ വേണമെങ്കിലും ഡിസൈനുള്ള ചെയിൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇത് കോർക്കാനായിട്ട് അതിൽ ഹോൾ ഉണ്ടാവണം. ഹോളുള്ള ടൈപ്പ് ചെയിൻ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ജംപറിങ് കോർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കളർ ടെസലിൻ്റെ ഉള്ളിലുള്ള ഈ ജംപറിങ് അകത്തുക. അതിനുശേഷം ഇതിൻ്റെ 2 ഭാഗത്തും ജംപറിങ്ങിൻ്റെ 2 സൈഡിലും, അതായത് ഈ ടെസലിൻ്റെ 2 ഭാഗത്തും വരുന്നത് പോലെ ഈ ഓരോ ചെയിൻ കോർക്കുക. ചെയിൻ്റെ അറ്റത്തുള്ള കണ്ണിയിൽ നമ്മൾ ജംപറിങ് കോർത്ത ശേഷം ഈ ജംപറിങ് ക്ലോസ് ചെയ്യാം. അപ്പോൾ യെല്ലോ കളർ ടെസൽ മാത്രം ഒരെണ്ണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഏറ്റവും നടുവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് കോർത്തു, 2 ഭാഗത്തും ചെയിൻ ഇങ്ങനെ വന്നു. അതിനുശേഷം അടുത്ത ഒരു കളർ വെക്കാം. ഇതുപോലെ ബ്രൗൺ വെച്ചു, അത് മെറൂൺ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഗ്രീൻ വെച്ച് നോക്കിയപ്പോൾ ഗ്രീനാണ് കുറച്ചുകൂടി നല്ലത് തോന്നിയപ്പോൾ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് ചെയ്ത പോലെ ഈ ചെയിൻ ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക, മടക്കൊക്കെ ഉണ്ടെങ്കിൽ നിവർത്തി കറക്റ്റാക്കി പിടിച്ച ശേഷം അതിൻ്റെ ജംപറിങ് ഉണ്ടല്ലോ അതകത്ത്. അതിനുശേഷം അതിൻ്റെയും ഒരു ഭാഗത്ത് ഈ ചെയിൻ കോർക്കാം, അടുത്ത ചെയിൻ എടുത്തിട്ട് ജംപറിങ്ങിൻ്റെ അപ്പുറത്ത് കോർക്കാം. അതായത് ഓരോ ടെസലിൻ്റെയും 2 ഭാഗത്തും ചെയിൻ വരുന്ന പോലെ കോർക്കുക, ജംപറിങ് ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇതേപോലെയാണ് നമ്മൾ എല്ലാ ടെസൽസും കോർത്തെടുക്കുന്നത്. അതുപോലെ ജംപറിങ് അകത്താനും ക്ലോസ് ചെയ്യാനെല്ലാം
കൈകൊണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലെയർ യൂസ് ചെയ്താൽ മതി, കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെ തന്നെ ജംപറിങ് ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ കണ്ണി നല്ല തിന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിൽ കൂടെ ഊരി വരും. അപ്പോൾ നല്ല ഗ്യാപ്പില്ലാതെ നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതുപോലെ ഈ ഭാഗത്ത് നമ്മൾ ഗ്രീൻ ചെയ്ത പോലെ തന്നെ മറ്റേ ഭാഗത്തും ഒരു ഗ്രീന്, പിന്നെ രണ്ട് സൈഡിലും ഓരോ ഓറഞ്ച്, വീണ്ടും രണ്ട് ഭാഗത്ത് ചെയിൻ കോർക്കുക, ഈ മെറൂണ് രണ്ട് ഭാഗത്തും ഓരോന്ന് കോർക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നടുവിൽ ഞാൻ യെല്ലോ കളറാണ് വെച്ച്, ബാക്കി രണ്ട് സൈഡിലും ഈ രണ്ട് സെയിം കളേഴ്സ് വെച്ച് ഇതുപോലെ കോർത്ത് റെഡിയാക്കി വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ ഹുക്ക് കോർക്കുകയാണ്. അപ്പോൾ ഹുക്ക് കോർക്കാനായിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയിൻ്റെ ഈ ഭാഗത്ത് രണ്ട് ചെയിനിലും ഓരോ ജംപറിംഗ് ആണ് കോർക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ കോർക്കുന്ന ഹുക്ക് അതിലോട്ട് കോർക്കുകയാണ്. രണ്ട് ജംപറിങ്ങിലും കൂടി നടുവിലായിട്ട് ഈ ഹുക്ക് കൂടി കോർക്കുകയാണ്. ഏത് ടൈപ്പ് ഹുക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ ടൈപ്പ് ഹുക്കാണ്. അപ്പോൾ നമ്മൾ ഈ ജംപറിങ് ഇത്ര നേരം ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് അകത്തിയ ശേഷം ഈ ചെയിൻ്റെ അറ്റത്തുള്ള കണ്ണിയിൽ കോർക്കുക, അത് ക്ലോസ് ചെയ്യാം. ഇതേപോലെ തന്നെ മറ്റേ ഭാഗത്തും മറ്റേ ചെയിനിലും കൂട്ടിയിട്ട് നമുക്കിതുപോലെ കോർത്ത് റെഡിയാക്കിയ ശേഷം ഈ ഹുക്ക് ഈ രണ്ട് ജംപറിങ്ങിൻ്റെ നടുവിലായിട്ട് കോർക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ലെങ്തിയായ മാലയാണിത്. കുറച്ചുകൂടി ലെങ്ത്ത് കുറവ് വേണമെങ്കിൽ അങ്ങനെ ലെങ്ത്ത് കുറച്ച് ചെയ്യാം. ഇനി ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചെയിൻസ് കോർത്തിട്ട് എത്ര കളേഴ്സ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം, ലെങ്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിനി ഒരു കമ്മൽ കൂടി നോക്കാം. കമ്മലിന് ഞാൻ ചെയിൻ ഇവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അതെല്ലാം 6.5 ആണ്, ഇത് 4.5 ആണ് എടുത്തിരിക്കുന്നത്. അത് 4.5 സെൻറ്റിമീറ്റർ വരുന്ന ലെങ്ത്തുള്ള ചെയിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കമ്മലാണ്. അതായത് നമ്മുടെ ഈ മാലയ്ക്ക് ജസ്റ്റ് മാച്ച് ആവുന്ന പോലെ ഒരു കമ്മൽ അത്രയേ ഉള്ളൂ. അപ്പോൾ നടുവിൽ നമ്മൾ യെല്ലോ കളർ കൊടുത്ത കാരണം കമ്മൽ ഞാൻ മാച്ചായിട്ട് യെല്ലോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും അത് ജംപറിങ് അകത്തി അതിനുശേഷം ചെയിൻ കോർത്തു. അതിന് ഈ ജംപറിങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസ് ചെയ്യുന്ന ഭാഗമാണ് ഞാനിവിടെ തിരിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ചിരിക്കും, ടാസലിൻ്റെ ഉള്ളിലോട്ട് ആക്കി വെച്ചു. അതേപോലെ തന്നെ ബാക്കി എല്ലാത്തിൻ്റെയും നമുക്ക് ഇതുപോലെ തന്നെ ജംപറിങ് ക്ലോസ് ചെയ്ത ശേഷം അതിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ അത് ഇതുപോലെ തിരിച്ച് ഉള്ളിലോട്ട് ആക്കി വെക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് വീണ്ടും വിട്ടൊന്നും വരില്ല, പെട്ടെന്ന് എന്തെങ്കിലും വലിഞ്ഞാൽ കൂടി അത് അകന്ന് ദൂരി വരില്ല ചെയിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഹുക്ക് ഇതിൻ്റെ മറ്റേ അറ്റത്തോട്ട് കോർത്തു. ഇനിയിപ്പോൾ നമുക്ക് ഹുക്ക് വേണ്ട സ്റ്റഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു സ്റ്റഡിൽ ജംപറിങ് കോർത്തിട്ട് ഈ ചെയിൻ അതിൻ്റെ ലാസ്റ്റ് കോർത്താൽ മതി. അപ്പോൾ നമ്മുടെ മാച്ചിങ് ഇയറിങ്സ് കൂടി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഭയങ്കര ട്രെൻഡി ആയിട്ട് നല്ല ലുക്കുള്ള ഒരു കമ്മലും മാലയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഡിസൈൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമൻസ് എല്ലാം എഴുതി അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.